3 വർഷമായി ഫൗണ്ടേഷൻ കെട്ടിയിട്ടിട്ട് മോൻ്റെ അമ്മ മരിച്ച സ്ഥലത്ത് തന്നെ മോന് വീട് വയ്ക്കണമെന്നുള്ള താല്പര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ തന്നെ അവനെ ഭൂമിദാനം ചെയ്യാനും പറഞ്ഞിരുന്നു. അവൻ്റെ അപ്പൂപ്പനും അമ്മയും എല്ലാം അവിടെ തന്നെ. തിരുവനന്തപുരത്ത് മരിച്ച വർക്കല ഇടവം സ്വദേശി ശ്രീജേഷിന്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇടവയിലെ കാട്ടുവിള എന്ന് പറയുന്ന പ്രദേശം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതാണ് ശ്രീജേഷിന്റെ കുടുംബ വീട്. നമ്മൾ രാവിലെ അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു കുടുംബ വീട്. ഒപ്പം ആ കുടുംബ വീടിനോട് ചേർന്ന ശ്രീജേഷ് ഒരു വീട് നിർമ്മാണത്തിനുള്ള പണിയിലായിരുന്നു. ഏതാണ്ട് 3 വർഷത്തോളമായി ബേസ്മെന്റ് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. പണിയൊന്നും എവിടെയും എത്തിയിട്ടുമില്ല. ഇതിന്റെ ഈ ബേസ്മെന്റ് കാണുന്നതിന്റെ മൂലഭാഗത്താണ്, അതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ്, പിൻഭാഗത്തായിട്ടാണ് അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്കൊപ്പം തന്നെ ശ്രീജേഷിന്റെ ഒരു വീട് വെക്കണമെന്നുള്ളായിരുന്നു ശ്രീജേഷിന്റെ ആഗ്രഹം. അങ്ങനെ വീടിന്റെ പണിയൊക്കെ ആരംഭിച്ചു. അതിന്റെ ബേസ്മെന്റ് കഴിഞ്ഞു. പക്ഷേ പണി പിന്നെ അവതാളത്തിലായി. നമ്മൾ നേരത്തെ ബന്ധുക്കൾ പറഞ്ഞതുപോലെ പലതവണ പല രാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ശ്രീജേഷ് ജോലിക്ക് പോയി മടങ്ങി വരുന്ന അസുഖബാധിതനായും അങ്ങനെ പണി പൂർത്തിയാക്കാനാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പുതിയൊരു ജോലിയിൽ അദ്ദേഹം പ്രവേശിക്കുന്നു. അതിനിടയിൽ നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ മരണവാർത്ത വരികയും ചെയ്യുന്നു. ഈ വീട് നിർമ്മിക്കുന്നതിനായി ബേസ്മെന്റ് കെട്ടിയ സ്ഥലത്ത് തന്നെയാണ് ശ്രീജേഷിനെ അന്ത്യവിശ്രമത്തിനുള്ള അവസരം ബന്ധുക്കൾ ഒരുക്കുന്നത്. കാട് പിടിച്ച് കിടക്കുകയായിരുന്നു പ്രദേശം മുഴുവൻ. അതൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുകയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും മറ്റും നേതൃത്വത്തിൽ. ഇന്ന് മൃതദേഹം കൊണ്ടുവരുന്നത് അയിരൂരുള്ള ശ്രീജേഷിന്റെ സഹോദരി ഭർത്താവിന്റെ വീട്ടിലാണ്. അവിടെയാണ് പൊതുദർശനം. അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ബന്ധുക്കൾ ആഗ്രഹിക്കുന്നത്. പ്രദേശവാസികളായ ചില ആളുകൾ, നിരവധി ആളുകൾ ഇതിനോടകം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ചില പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ചേട്ടാ, ശ്രീജേഷ് അവസാനമായി പോകുമ്പോൾ നിങ്ങൾ കണ്ടിരുന്നു, ഒരാഴ്ച മുമ്പാണ് വിദേശത്തേക്ക് പോയെന്ന് പറയുന്നത്. ആണ് ഇവിടെ ആയിരുന്നു, കുറെ കാലമായിട്ട് ഇവിടെ തന്നെയാണ്. അതിനുശേഷം ഇപ്പം ഒരു 1 വീക്ക് ബിഫോറാണ് അവൻ ഗൾഫിട്ട് പോയത്. 6-ാം തീയതി പോയി. ഇന്നലെ ആണ് ഇങ്ങനെ അപകടം സംഭവിച്ചതായിട്ട് അറിയുന്നത്. ആള് സൈലന്റ് ആണ്. ഇന്നലെ ഇടവയിലെ വില്ലേജ് ഓഫീസർ ഒരു 7:30 എന്നെ വിളിക്കുന്നു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്, അഡ്രസ്സ് കണ്ടിട്ട് വിളിച്ച്. അങ്ങനെയാണ് നമ്മൾ വില്ലേജ് ഓഫീസർ ഞങ്ങളുടെ പുള്ളി താമസിക്കുന്ന ഇവിടം മുനിസിപ്പാലിറ്റിയിലെ അത്തിവിള എന്ന് പറയുന്ന അവിടെയാണ്. അവിടെ ചെന്ന് അതിന്റെ പരിസരത്തൊക്കെ ചോദിച്ചപ്പം പരിസരത്തുള്ളവരും പറയുന്നത് ആള് പോയില്ല, ഇവിടെ കൊണ്ടുവരുമെന്നൊക്കെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു ബന്ധുവിനെ വിളിച്ചതിന് ശേഷമാണ് ആള് പോയി ഇത് സംഭവിച്ചെന്നറിയുന്നത്. അദ്ദേഹം വിദേശത്തേക്ക് ഒരാഴ്ച മുമ്പ് വിദേശത്തേക്ക് മടങ്ങിപ്പോയതും പലരും അറിഞ്ഞിട്ടില്ല. ഈ മരണവാർത്ത കേട്ടപ്പോഴാണ് പലരും അദ്ദേഹം വിദേശത്തേക്ക് പോയി എന്നുള്ളത് തന്നെ അറിയുന്നത്. ഏതായിരുന്നാലും അദ്ദേഹത്തെ ഇപ്പോൾ അടക്കുന്നതിനുള്ള സംസ്കാര ചടങ്ങുകൾക്ക് നടപടികൾ പുരോഗമിക്കുകയാണ്. വർക്കല MLA വി ജോയിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാവുന്നതാണ്. നാട്ടുകാരൊക്കെ എത്തി ഇവിടെ സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോയിട്ട, എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംസ്കാര ചടങ്ങുകളും മറ്റു പൊതുദർശനമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് സഹോദരിയുടെ വീട്, കെടാകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ആ സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഗൾഫിലാണ്. അവർ അതിനുശേഷമുള്ള ഫ്ലൈറ്റിലേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മണിക്കൂർ ഗ്യാപ്പ് വരും. എന്നാലും പിന്നെ മൃതശരീരം സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വെച്ച് ഇവരുകൂടി വന്നതിന് ശേഷം ഒരുമിച്ച് കുടുംബ വീടായി ഇവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നവർ. ഇത്തരത്തിലാണ് സഹോദരി ഭർത്താവിന് വീട്ടിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ടായിരിക്കും ബന്ധുക്കളൊക്കെ അന്തിമോപചാരം അർപ്പിക്കുക. അതിനുശേഷം ശ്രീജേഷിന്റെ ആഗ്രഹം പോലെ അദ്ദേഹം ഒരു വീട് വെച്ചുകൊണ്ടിരുന്ന ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ സംസ്കാര നടപടികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും. വർക്കലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരും ഞെട്ടലോടെ തന്നെയാണ് ഈ വാർത്ത കേട്ടിരിക്കുന്നത്. കാരണം മലയാളികൾ പലരും മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു മലയാളികൾ മരിച്ചു എന്നുള്ളതിൽ. പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വന്തം നാട്ടുകാരനും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 4:30 ശേഷമാണ് അറിയുന്നത്. ശ്രീജേഷിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് 4:05 മണിയോടുകൂടിയാണ്. അത് കേട്ട ഉടനെ തന്നെ ആളുകളും ആ രീതിയിലൊരു അന്താളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക്, സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം അയിരൂര് സഹോദരിയുടെ വീട്ടിൽ ഭൗതിക ശരീരം എത്തിക്കും. അവിടെ പൊതുദർശനത്തിന് ശേഷം ഇവിടെ എത്തിച്ച് സംസ്കാര നടപടികൾക്കാണ്. ഇന്ന് തന്നെ സംസ്കാരം നടത്താൻ തന്നെയാണ് ബന്ധുക്കൾ ആലോചിക്കുന്നത്.